ഒരു പ്രവാസ സ്വപ്നം എന്ന നാടകത്തിന് ശേഷം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു താൻ പാതി ദൈവം പാതി. അതെ, അവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്നും മിണ്ടാതിരിക്കണേ. സൈലൻസ്. ഓ, ഇതിനോടൊന്നും എത്ര പറഞ്ഞാലും തലേ കേറത്തില്ലേ? സൈലൻസ്. സോറി കേട്ടോ. ഇതെന്തോരം ആൾക്കാരാ. നിങ്ങളൊക്കെ കാത്തിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവരാ? മോളെ കാത്തി, ഹാപ്പി ബർത്ത്ഡേ ടു യു കേട്ടോ. എന്ത് രസം. 5 വർഷം മുമ്പ്, ഓർത്തോണേ, 5 വർഷം മുമ്പ് എൻ്റെ 18 വയസ്സിന്റെ ബർത്ത്ഡേ. എടാ രമേശ, നീ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ഇവിടെ കയറി വന്നേടാ. നിന്നോട് ഞാൻ എന്തോ പറഞ്ഞു? ഇവിടെ പാടാ. അല്ല രമേശ, നീ കുളിച്ച് കുട്ടപ്പനായിട്ട് രാവിലെ ഇത് എങ്ങോട്ടാ? നിന്നോട് ഞാൻ ഇന്നലെ എന്തോ പറഞ്ഞത്? സിസ്റ്റർ അല്ലേ ഇന്നലെ പറഞ്ഞ രാവിലെ റെഡി ആയിട്ട് നിൽക്കണം, ഒരു ട്രിപ്പ് ഉണ്ടെന്ന്. ഞാൻ എൻ്റെ പെണ്ണും പിള്ളേരുടെ അടുത്ത് പോലും പറയാണ്ട് അവളെ ചിട്ടി പൈസ അടിച്ചു മാറ്റി വന്നേ. എടാ മെനകെട്ടവനെ, നിന്റെ കൂടെ കൊടൈക്കനാലിൽ ട്രിപ്പ് വരുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. നിനക്ക് ഞാൻ കുത്തി തരുന്നുണ്ട്, പോയിരിക്കടാ അവിടെ. സിസ്റ്ററെ, ചിട്ടി പൈസ ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ട്രിപ്പ് പോയാലോ? എടാ പോയിരിക്കടാ മെനകെട്ടവനെ അവിടെ. സോറി കേട്ടോ. ഇതുപോലുള്ള വട്ടന്മാരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേര് കേട്ടോ. അതെ, ഒരു കാര്യം കൂടെ. നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുകയാണേലേ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും തോന്നാത്ത വിധത്തിൽ കഴിക്കണേ. അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ആശുപത്രിയിലോട്ട് വരുമ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നും. സോറി കേട്ടോ. അയ്യോ സോറി. ഒരു കാര്യം കൂടെ. അതെ, പാർട്ടിക്ക് ഒരുങ്ങി എളിഞ്ഞൂത്തി ഇരിക്കുന്നതൊക്കെ കൊള്ളാം. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കണേ. ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് കയറണേ. സോറി കേട്ടോ. അതെ, ഇക്കൂട്ടത്തിൽ ഷേർലിയുടെ കെട്ടിയവനാരാ? ആഹാ, ഇതെന്നതാടാ, ഷേർലിക്ക് 2 കെട്ടിയവന്മാരോ? എടാ, ഇവിടെ പ്രസവത്തിന് കൊണ്ടുവന്നിരിക്കുന്ന ഷേർലിയുടെ കെട്ടിയവൻ. ഓ, ഞാൻ പേടിച്ചു പോയി. എന്റെ അല്ല. താനിങ്ങോട്ട് വന്നേ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പെട്ടെന്ന് വാ. ഇന്ന് ഓപ്പറേഷൻ ഉള്ളതല്ലേ? പെയിൻകില്ലർ 2, പഞ്ഞി, കത്രിക, സൂചി, നൂല്, കുഴിമന്തി. കൊച്ചിന് വലിയ ഇഷ്ടമാടാ. ഇന്നുണ്ടാവുമ്പോ കൊച്ചിന് കുഴിമന്തിയോ? എടാ നിന്റെ അല്ല, എന്റെ കൊച്ചിന്. സിസ്റ്ററെ, പിന്നെ ടവല്, വെളിച്ചെണ്ണ, സോപ്പ്, കോപ്പ്. ഇതെന്നെ സിസ്റ്ററെ, ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. എടാ ചെന്ന് പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വാ. ഇന്ന് ഓപ്പറേഷൻ ഉള്ളതാ. ഓ, സാലറി കിട്ടാത്ത ഏനക്കേടെ. നമുക്ക് നേഴ്സുമാർക്ക് ഇവന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവുമോ? ചേട്ടാ, വനജ സിസ്റ്റർ ഇന്ന് ഡ്യൂട്ടിയിലുണ്ടോ? എടോ, താൻ 3-4 ദിവസമായിട്ട് വനസിസ്റ്റർ അന്വേഷിച്ച് കിടക്കല്ലേ. ഇന്ന് ഡ്യൂട്ടിയിലുണ്ട്, ഇവിടെ വന്നിരിക്കും. അതെ, ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണ എവിടെയാ? ഈ കന്നാസ് നിറച്ചോ? അതാണ്. അല്ലല്ല, അത് വേറെ ഉണ്ട്. ആശാനെ,
ഈ മുട്ടിന്റെ ആവശ്യത്തിന് ഈ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അടുത്ത് ഷെയറിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. മിണ്ടിപ്പോറുത്, അവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. പണ്ട് മഞ്ഞത്ത് കാറൊന്ന് തെന്നിയപ്പോ തിരുമി ശരിയാക്കാന്ന് പറഞ്ഞ പുള്ളിയാ. ഓ, ഇന്നാള് പുള്ളിക്കാരന്റെ വൈഫിന്റെ പേരൊന്ന് ചോദിച്ചതാ. പുള്ളിക്കാരൊരു സിം കാർഡ് പൊക്കി കാണിച്ചെന്നേ, മറ്റേ മൈജിയുടെ. സൈലൻസ്. ആശാനെ, ആശാൻ ഇന്ന് മുട്ട് കാണിക്കാൻ തന്നെയാണോ വന്നേക്കുന്നത്? ഇതുവരെ കഴിഞ്ഞില്ലേ എന്റെ GMVയുടെ പ്രസിഡന്റ്? അതെന്താ ഈ GMV? GMV എന്ന് പറഞ്ഞാൽ കേരാസ്തോർഫ് മുട്ട് വയ്യാത്തവർ, അതിന്റെ പ്രസിഡന്റാ. സൈലൻസ്. എടോ, തനിക്ക് ഇന്ന് അപ്പോയിന്റ്മെന്റ് വല്ലതും ഉണ്ടോ? ഏത് ഡോക്ടറെ കാണാനാ വന്നേക്കുന്നേ? ഞാനേ വനജ സിസ്റ്ററെ കാണാൻ വന്നതാട്ടോ. എന്നെ കാണാനോ? തനിക്ക് എന്റെ പേരെങ്ങനെ അറിയാടോ? സിസ്റ്ററെ, ഞാൻ സുഖു, ഒന്നിച്ച് പഠിച്ച സാറ്റു സുഖു. ഓ ഓ, സാറ്റു സുഖു. പണ്ട് കണക്ക് ടീച്ചർ 1, 2 എന്ന് ബോർഡിൽ എഴുതാൻ തിരിഞ്ഞപ്പോ ഒളിച്ചു കളിക്കുകയാണെന്ന് വിചാരിച്ച സ്കൂളിന്റെ കഞ്ഞിപ്പുരയിൽ ഒളിച്ചിരുന്ന സാറ്റ് സുഖു. ആട്ടെ, സുഖു എന്താ ഇവിടെ? വനജയ്ക്ക് പണ്ടത്തെ ആ പൊടിമീശക്കാരനെ ഓർമ്മയുണ്ടോ? സുഖുവേ, നിന്റെ റൂട്ട് എനിക്ക് പിടികിട്ടുന്നുണ്ട്. വനജയ്ക്ക് അറിയാമോ, ഡോക്ടർമാർ എത്ര നിർബന്ധിച്ചിട്ടും എൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എക്സ്റേ എടുത്താൽ അവർ കണ്ടുപിടിക്കും എൻ്റെ നെഞ്ച് നിറച്ചും വനജയാണ്. സൈലൻസ്. സുഖു, നീ ഇപ്പൊ ഇവിടുന്ന് പോയേ? അയ്യോ സിസ്റ്ററെ, അങ്ങനെ പറയല്ലേ. എനിക്ക് ഡോക്ടറെ കാണണം. എൻ്റെ കണ്ണ് ഒട്ടും വയ്യ. എനിക്കറിയാം, നിന്റെ കണ്ണും ശരിയല്ല, നിന്റെ നോട്ടവും ശരിയല്ല. എനിക്കത് പണ്ടേ അറിയാം. ഇപ്പൊ പൊയ്ക്കണോ ഇവിടുന്ന്? എടാ, പണ്ട് നിന്റെ ശല്യം സഹിക്കാതെ അല്ലടാ ഞാൻ ആ സ്കൂള് പോലും മാറിയത്. എടാ എടാ എടാ, ഇത്രയും പ്രായമായില്ലടാ. എടാ, ഇത്രയും പ്രായമായില്ലടാ തനിക്ക്. അയ്യേ, ഛേ, എടാ മെനകെട്ടവനെ, നീ എന്താ ഇപ്പൊ ഈ കാണിച്ച്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. എടാ, ഇതിലേ കൂടെ 2 പ്രാവശ്യം വീൽ ചെയറോട്ട് പോയ കമ്പൗണ്ടറെ ശ്രദ്ധിച്ചോ? അതെന്റെ കെട്ടിയോനാടാ. എന്നെ വാച്ച് ചെയ്യാൻ നടക്കുന്നതാ, മഹാസൈക്കോയാ. അയാൾ ആ വീൽ ചെയർ കൊണ്ട് നടക്കുന്നത് വെറുതെ അല്ലടാ. നിന്നെ ഇടിച്ച് ചവിട്ടി കൂട്ടി അതിനകത്തിട്ട് അയാൾ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോകും. ഇനി അയാൾ കൊണ്ടുപോയില്ലേ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടോ വൃത്തികെട്ടവനെ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സൈലൻസ്. സിസ്റ്ററെ, ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ കൊച്ചിന് ഭാഗ്യമുണ്ട്. പറഞ്ഞ സമയത്ത് ഞാൻ വരുത്തില്ലേ? എന്നെയൊക്കെയാണ് മാസം തികയാതാ പ്രസവിച്ചത്. അതെന്നാടാ വേ, നിന്റെ അമ്മച്ചിക്ക് ഭയങ്കര തിരക്കായിരുന്നു. സൈലൻസ്. ആരാ ഈ ഷേർലിയുടെ കെട്ടിയവൻ? ഞാനാ ഡോക്ടറെ. കൺഗ്രാചുലേഷൻസ്. ഓ, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ആൺകൊച്ചാ. ഛേ, എന്റെ വിരലേന്ന് കൈയെടുക്കടാ. നിനക്ക് പെൺകൊച്ചാ. അവക്ക് പെൺകൊച്ചിനെ ഇഷ്ടം. മാഷേ, ഞങ്ങൾക്ക് ട്രീറ്റ് ഒന്നും ഇല്ലേ? നിനക്കുള്ള ട്രീറ്റ്മെന്റും ഒക്കെ ഡോക്ടർ ഇപ്പം തന്നോളൂ. ഇതന്നെ വാതിലടക്കാതെയാണോ എക്സ്റേ എടുത്ത്? അയ്യോ, അതെന്ത് പറ്റി ഡോക്ടറെ? ഇതിനകത്ത് ഇപ്പൊ ഏതാ ആശാന്റെ മുട്ട്? ഇത് കുറെ ഉണ്ടല്ലോ. ആശാനെ, ഇത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഒരു ഓയിൻമെന്റ് കുറിച്ച് തരാം, അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ല, ഇതിപ്പോ കുറെ ആയല്ലോ ഓപ്പറേഷൻ.
നമുക്ക് മുട്ടിനൊരു സിബങ്ങ് വെച്ചാലോ? ആശാന് സ്വന്തം ബാൻഡിന്റെ സിബ് പോലും. സൈലൻസ്. ആശാനെ ധൈര്യമായിട്ട് വെക്കൂ, എല്ലാം ശരിയാകുന്നേ. ശരിയാവണം, എന്നിട്ട് വേണം ഒന്നും കൂടി ഒന്ന് കളത്തിൽ ഇറങ്ങാൻ. ഈ പറഞ്ഞത് വീട്ടിൽ പറയാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നത് ആശാന്റെ ഈ ആവേശം കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി പെണ്ണുമ്പിള്ള വല്ലതും ചെയ്യുന്നതാണെന്നാ. പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നുമില്ല, എന്നാലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടറെ, ഇപ്പൊ ഇതിലേക്കൂടെ ബാൻഡേജ് ഒക്കെ കിട്ടിയ ഒരു സ്ത്രീ പോയില്ലേ? അവരെവിടെയോ നല്ല കണ്ടുപരിചയം. ഡോക്ടർക്ക് അറിയാം അവരെ? ഇവരെ അറിയത്തില്ലേ? ഇവരാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സുബ്ബ ടീച്ചർ. പറ്റുന്ന പണിക്ക് പോയാൽ മതി എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. കേക്കണ്ടേ? ദേ കിടക്കുന്നു. എന്താ എന്താ പറ്റിയേ? സൈലൻസ്. ആ രമേശ, തന്റെ ECG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെയാ, പേടിക്കാനൊന്നുമില്ല. എന്റെ തലവര നേരെയായി ഡോക്ടറെ. അതെ അതെ, തന്റെ തലവര നേരെയായതുകൊണ്ട് കുഴപ്പമില്ല. ECG വരെ നേരെയായിരുന്നു ഇപ്പൊ കാണായിരുന്നു. എടോ, തനിക്ക് ഈ റിപ്പോർട്ട് കഴിഞ്ഞ് ഞാൻ പോകാം കേട്ടോ. എടോ, വൈഫുമായിട്ടുള്ള അടിയും പഴക്കൊക്കെ നിർത്തി തന്റെ ഈ ടെൻഷനും BP ഒക്കെ ഒന്ന് കുറയ്ക്കണം കേട്ടോ. സാറേ, ഞാൻ എത്ര അവളെ തല്ലിയാലും പിണങ്ങി ഇറങ്ങിയാലും ഞാൻ ചെല്ലാതെ അവൾ ഉറങ്ങത്തില്ല. എടോ, അതാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹം കൊണ്ടൊന്നല്ല സാറേ, അവളെന്നെ തിരിച്ചു തല്ലാതെ ഇന്ന് വരെ കിടന്നുറങ്ങിയില്ല. സമയം കിട്ടുന്ന സാറിന്റെ പല്ലും കൂടി ഒന്ന് നോക്കണേ. ആ ശരി ശരി. എടോ, താൻ എന്തിനു വന്നാ അവിടെ? ഡോക്ടറെ, ഇയാൾക്ക് ഇത്തിരി പ്രശ്നം കൂടുതലാ കേട്ടോ. ഡോക്ടറെ, സിസ്റ്റർ പറയുന്ന അത്രയ്ക്കും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എന്തോ തകരാറുള്ളത് പോലെ. ഞാൻ കണ്ണാടി നോക്കുമ്പോ എനിക്ക് എന്നെ തന്നെ പേടിയാവോ. അപ്പൊ തന്റെ കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. അല്ല, ഈ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ടോ? ഇല്ല, അത്യാവശ്യം വരുമ്പോ പൈപ്പിൽ നിന്നോ കിണറ്റിൽ നിന്നോ ഒക്കെ എടുക്കും. എടോ, തന്നോട് അതാണോ ഡോക്ടർ ചോദിച്ചത്? തന്റെ കണ്ണിന് ചൊറിച്ചിലോ കണ്ണിന് വെള്ളമൊലിപ്പോ വല്ലോ ഉണ്ടോന്നല്ലേ ചോദിച്ചത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു തുള്ളിമരുന്നിനെ കുറിച്ച് തരാം. അത് ഒരാഴ്ച ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഇപ്പം ഈ സിസ്റ്റർ 2 തുള്ളി ഒഴിച്ചു തരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തനിക്ക് വീട്ടിൽ പോവാം. അയ്യോ 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 അയ്യോ, എന്റെ കണ്ണ്. എന്താ പറ്റിയവിടെ? അയ്യോ, അത് വീട്ടിലെടുക്കുന്ന മരുന്നൊന്നും അല്ലല്ലോ. അയ്യോ അയ്യോ. സിസ്റ്ററെ, ഇതാണോ കണ്ണിലൊഴിച്ചേ? ഇത് ഫെവിക്കല്ലേ? ഈ പശയാണോ മറ്റേ കണ്ണിലൊഴിച്ചേ? ഡോക്ടറെ, ഇവൻ നല്ല ഒന്നാന്തര ഉടായിപ്പാ. ഇവന്റെ ബന്ധുക്കളൊക്കെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാം കൂടി ഇങ്ങോട്ട് ഇടിച്ചു കുത്തി കയറും മുമ്പ് നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എന്റെ സിസ്റ്ററെ, നമ്മൾ എന്ത് പറഞ്ഞ് രക്ഷപ്പെടുമെന്നായി പറയുന്നേ? എന്റെ പൊന്നു ഡോക്ടറെ, ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടത്തിൽ ഡോക്ടർമാർ പറയുന്ന സ്ഥിരം ഡയലോഗ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്. ആലോചിച്ച് നിൽക്കാതെ പറയൂ ഡോക്ടറെ. ആരും വേളപ്പെക്കല്ലേ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും, എൻ്റെ മെഡിക്കൽ ടീം, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ. സൈലൻസ്.